വീണ്ടും ഒരു മൂന്ന് പൂജ്യം കൂടി ചേർത്താൽ 100 ട്രില്യൺ എന്നൊക്കെ പറയും. അത് ഏതായാലും അത് വളരെ ഒരു അനേകം കോടികൾ ആണെന്ന് മനസ്സിലാക്കിയാലും മതി. അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് നമ്മുടെ തലച്ചോറ്. അപ്പോൾ അതിൻ്റെ രോഗമാണിത്. കേന്ദ്ര നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ കേന്ദ്രം, ശരീരത്തിൻ്റെ കേന്ദ്രമാണത്. തലച്ചോറിൽ നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കേന്ദ്രം അതാണ്. അതാണ് കേന്ദ്ര നാഡീവ്യൂഹം, സെൻട്രൽ നെർവസ് സിസ്റ്റം. അത് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണിത്. അവിടെയാണ് ഈ സെൻസേഷൻസ്, നമ്മൾ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന അവിടെയാണ്. അത് അവിടുന്ന് അത് നമുക്ക് എന്താ ഒരു ധാരണ ഉണ്ടാക്കി തരും. നമുക്ക് എന്താണ് ഏതാണെന്നൊക്കെ ധാരണ ഉണ്ടാക്കും. ആ ധാരണയ്ക്ക് ചില അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാവും. ആ അർത്ഥം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കും. അത് അതിനൊക്കെ കുറച്ച് അർത്ഥമുണ്ട്. അത് അർത്ഥത്തിൻ്റെ ഉള്ളിലാണ് എല്ലാ ചലനങ്ങളും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് നമുക്കൊരു സ്വഭാവം ഉണ്ടാക്കി തരും. കാരണം നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ തോന്നലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് അനേകം അവയവങ്ങൾ ബാധിക്കുന്നു. ഇത് കൂടാതെ തന്നെ ഉദാഹരണത്തിന് രക്തം, എല്ലുകൾ, മസിൽസ്, നമ്മുടെ അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള ഭാഗങ്ങൾ, കരൾ, അതുപോലെ തന്നെ വൃക്ക, പാൻക്രിയാസ്, ഇവയൊക്കെ ഈ അവയവങ്ങളൊക്കെ തന്നെ മദ്യത്തിന് അടിപ്പെട്ട് നാശം വന്നിട്ട് നമുക്ക് മരണകാരണമാകുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഉപകാരപ്രദമാകും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇമോഷൻസ് ഇതെല്ലാം നമുക്ക് ഉപകാരത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ രക്ഷപ്പെടാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. ചില ആൾക്കാർ വിചാരിക്കുന്നത് ദേഷ്യം ഉപകാരമില്ലാത്തൊരു വികാരമാണ്, സങ്കടം ഒരു ഉപകാരമില്ലാത്ത, സന്തോഷം അതുപോലെ എല്ലാ വികാരങ്ങളും എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് ആവശ്യമില്ല, ഇതാവശ്യമില്ല. പക്ഷേ നമ്മുടെ എല്ലാ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള സമയം സന്ദർഭത്തിൽ അത് ആ ആവശ്യം നിറവേറ്റും. പക്ഷേ ഈ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തതും അസാധാരണവും സാധാരണ അല്ലാത്തത്, ആവർത്തിച്ച് വരുന്നത്, ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടെ ആണ് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ അത് കൂടെ ഉപയോഗിക്കണം, നിർബന്ധം, അതിന് പുറകെ പോവുക, അളവ് കൂട്ടുക, അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ഒരു സന്തോഷത്തിന് മുൻനിർത്തിയാണ് ഭൂരിപക്ഷം ആൾക്കാരത് ഉപയോഗിക്കുന്നത്. സന്തോഷത്തിനെ മുൻനിർത്തി എനിക്ക് സന്തോഷം കിട്ടും, എനിക്ക് ഒരു ആശ്വാസം കിട്ടും, അങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും അത് ഒരു ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയിൽ, സന്തോഷം ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. സന്തോഷം നമുക്ക് ഉപയോഗത്തിനുള്ള സാധനമാണ്, പക്ഷെ അത് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സന്തോഷം, സങ്കടം, ദേഷ്യം, അതുപോലെ തന്നെ ഭയം, ഇതിനൊക്കെ നമുക്ക് ഉപയോഗം ഉണ്ട്. ഭയം എങ്ങനെ ഉപയോഗം എന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ, അപകടമുള്ള സിറ്റുവേഷൻസ് നമുക്ക് ബോധം തരുന്നു, ബുദ്ധി തരുന്നു. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആദ്യം നമ്മൾ ബാധിക്കുന്ന ഒരു ഭയമാണ്. ആ ഭയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ചിന്തയിലേക്ക്
യുക്തി ചിന്തയിലേക്കും നമ്മുടെ അനുഭവങ്ങളിലേക്കും ഓർമ്മയിലേക്കൊക്കെ കൊണ്ടുപോകും നമ്മളെ. അതിൽ കൂടി രണ്ട് തരത്തിൽ നമുക്ക് രക്ഷപ്പെടാം. ഒന്നുമില്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മൾ ശക്തനാണെങ്കിൽ അതിനെ നേരിട്ട് ആ, നമ്മുടെ ശത്രു വളരെ ദുർബലമാണെങ്കിൽ നമുക്ക് അതിനെ കീഴ്പ്പെടുത്താൻ. അതിന് രണ്ട് തരത്തിൽ നമ്മൾ അതിനെപ്പറ്റി ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. ഭയം അപ്പോൾ അവിടെ നമുക്ക് ഉപകാരമുള്ള സംഗതിയാണ്. നേരെ മറിച്ച് ഭയം അസാധാരണവും അനിയന്ത്രിതമായി വരുന്ന എപ്പോഴാണ്? ആ ഭയം നമ്മളെ നിർവീര്യമാക്കുന്നു. ഓടാനും പറ്റൂല, നേരിടാനും പറ്റൂല. അങ്ങനത്തെ ഒരവസ്ഥ. നമ്മൾ വിറയ്ക്കുന്നു. ആ ഭയത്തിൻ്റെ ഉള്ളിൽ വിറച്ച് നമ്മൾ താഴെ വീഴുന്നു. ശക്തിയില്ലാതെ, എനർജി ഇല്ലാതാവുന്നു. അത് അനിയന്ത്രിതവും അസാധാരണവുമായിട്ടുള്ളൊരു ഭയമാണ്. അപ്പോൾ അത് പല അസുഖങ്ങളിലും അങ്ങനെ വരും. അത് ആങ്സൈറ്റി, ഉത്കണ്ഠ. ഇപ്പോൾ ഒരു പരീക്ഷയെ നേരിടാനായിട്ടൊരു കുട്ടിക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും അത് തോറ്റുപോകും, ഒരു ഭയം. അതുകൊണ്ട് കൈയൊക്കെ വിറയ്ക്കുന്നു, വേർക്കുന്നു. ഇതെല്ലാം തലച്ചോറിൻ്റെ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയും. നമുക്കിപ്പോൾ ഭയം വന്നാൽ ഭയത്തിനെ നേരിടാനായിട്ട് ഈ തലച്ചോറ് തന്നെ പ്രവർത്തിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ആ സമയത്ത് ഈ ഭയം വരുമ്പോഴത്തേക്കും കൂടുതൽ എനർജി വേണം. അപ്പോൾ ഹാർട്ട് കൂടുതൽ രക്തം പമ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഒരാൾ ഭയപ്പെടുമ്പോൾ നെഞ്ചിങ്ങനെ പടപടാ മിടിക്കുന്നതിൻ്റെ കാരണം കൂടുതൽ രക്തം ആവശ്യമുണ്ട്. കൂടുതൽ പമ്പ് ചെയ്യാനായിട്ട് ഹാർട്ട് കൂടുതൽ വേഗത്തിൽ പമ്പ് ചെയ്യണം. അപ്പോൾ രക്തക്കുഴലുകൾക്ക് ഒരു മാറ്റം സംഭവിക്കും. അങ്ങനെയാണ് കൂടുതൽ വിയർപ്പുണ്ടാകുന്നതും. രക്തക്കുഴലിൽ ഈ സ്കിന്നിലേക്ക്, തൊലിയിലേക്കൊക്കെ ഉള്ള രക്തക്കുഴൽ ചുരുങ്ങിപ്പോവും. അപ്പോൾ കൂടുതൽ വിയർപ്പുണ്ടാവും, തണുത്തു പോവും, കൈയൊക്കെ തണുത്തു പോവും. അതാണ് അതിൻ്റെ കാരണം. അപ്പം അതിൻ്റെ ആ ഭയം ഒരു രോഗമായിട്ട് മാറി, ഒരു രോഗലക്ഷണമായിട്ട് മാറി ആ ഭയമോടെ. അതുപോലെ സങ്കടത്തിന് നമുക്ക് അനിയന്ത്രിതവും അസാധാരണവും ആവർത്തിച്ചു വരുന്നതും വളരെയധികം ഡീപ്പായിട്ട് വരുന്ന സങ്കടങ്ങൾ. ഇപ്പോൾ നമ്മുടെ ആൾക്കാരാരെങ്കിലും മരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ടതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമുക്ക് ആ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ സങ്കടം. അപ്പം അത് അസാധാരണവും അനിയന്ത്രിതവും ആവർത്തിച്ചും വന്നു കഴിഞ്ഞാൽ ആ സങ്കടത്തിൽ നമ്മൾ ഇതുപോലെ എനർജി ഇല്ലാതാവും, എനർജി നഷ്ടപ്പെടും, ഊർജമില്ല. അപ്പോൾ ഒന്നിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഊർജമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന നമ്മൾ രോഗം വന്നിട്ട് മരിച്ചു പോകും. വെള്ളം കുടിക്കുന്നില്ല, ആളുകളുമായിട്ട് സമ്പർക്കമില്ല. അതൊക്കെ രോഗലക്ഷണമാണ് സങ്കടത്തിൻ്റെ. ഭയങ്കര സങ്കടം വന്നു കഴിഞ്ഞാൽ ഇനി ജീവിക്കണ്ട എന്നുള്ള ചിന്തയിലേക്കും പോവും. മരണചിന്ത, സൂയിസൈഡൽ തോട്ട്, ഇതൊക്കെ പോവും. അവിടെ നമ്മുടെ സമൂഹമാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അവർ നമ്മളോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറയും, നമ്മളെ നിർബന്ധിക്കും. അങ്ങനെ നമുക്ക് കൂടെ കൂടെ പ്രേരണ നൽകി അവിടെ സാമൂഹ്യ ചികിത്സയാണ്, സോഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം സമൂഹം നമുക്കിപ്പോൾ അവിടെ ആവശ്യമുള്ള സംഗതിയാണെന്ന് മനസ്സിലായി. സമൂഹം എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. സമൂഹം ഇല്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ടാണ് വലിയ വലിയ ദാർശനികർ, വലിയ ചിന്തകർ, ചില മതങ്ങളും ഒക്കെ പറഞ്ഞത് നമ്മൾ വാസ്തവത്തിൽ ശൂന്യമാണ്. നമ്മൾ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്വന്തമായിട്ട് വാസ്തവത്തിൽ ഒന്നുമില്ല. ഈ ലോകം, ഈ പ്രകൃതി തന്ന ഈ മാറ്റർ എന്ന് പറഞ്ഞ വസ്തു, ആ വസ്തുവിൽ വരുന്ന മാറ്റങ്ങൾ അത് പ്രകൃതി തന്നതാണ്. പ്രകൃതി തന്ന ജനിതകത്തിൽ കൂടി, അത് ചുറ്റുപാടിൽ കൂടി നമുക്ക് കിട്ടിയ ശരീരമാണിത്.
അപ്പോൾ അങ്ങനെ കിട്ടിയതായതുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചൊന്നുമല്ല അത്. നമ്മൾ നമ്മളത് അനുഭവിക്കുന്നു, നമ്മളെ ശരീരത്തെ അനുഭവിക്കുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ശൂന്യത എന്ന് പറയുന്നത്. ജീവിതം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അനലൈസ് ചെയ്താൽ ശൂന്യതയാണെന്ന്. അപ്പോൾ ബുദ്ധമതം പറയുന്നത് ശൂന്യത എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ഒരു വോയിഡ്, ഒന്നുമില്ല, എല്ലാം ശൂന്യമാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾക്ക് എല്ലാ ചുറ്റുപാട് എല്ലാം ഉണ്ടെന്ന് ഉള്ള ആ ഫീലിംഗ് വരുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ തോന്നുന്നത്. അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ചിന്ത ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എത്തിച്ചേരുന്നത് ഈ പറഞ്ഞ ശൂന്യതയാണ്. എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ എനർജി ഉണ്ടാകുന്നത്. നമുക്ക് എനർജി ഉണ്ടാകുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കണം, അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നേച്ചർ ആൻഡ് നർച്ചർ എന്ന് പറയുന്ന രണ്ട് വാക്കുണ്ട്. നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം. നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിതക വസ്തു, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ജനിതക വസ്തു, അത് നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇടപെടും. എന്നിട്ട് നമുക്ക് പല സ്വഭാവങ്ങളും, ദൂഷ്യവശങ്ങളും ഗുണകരമായ വശങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്വഭാവത്തിൽ. അത് നമ്മുടെ ജീനിനെ അനുസരിച്ചിരിക്കും. പക്ഷെ ആ ജീൻ നല്ല കാര്യങ്ങളുമായിട്ട് ഇടപെടും, മോശപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഇടപെടും. ജീൻ മോശപ്പെട്ട കാര്യമായിട്ട് ഇടപെടുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, വിഷാംശമുള്ള വസ്തുക്കളുമായിട്ട് ഇടപെടുന്നതും, അങ്ങനെ ആളുകൾ മരിക്കുന്നതൊക്കെ. പിന്നെ അല്ലെങ്കിൽ ജീൻ വിചാരിക്കുകയാണ് ഒരാളെ കൊല്ലണം. അപ്പൊ അവിടെ ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു സ്വഭാവം, അത് ആ ജീൻ ശരിയല്ലാത്തതുകൊണ്ടാണത്. അപ്പൊ ആ ജീനിന് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായാലാണ് അതങ്ങനെ പ്രവർത്തിക്കുന്നത്, ജനിതക വസ്തുക്കളൊക്കെ. അപ്പൊ നമ്മള് ഈ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ജനിതകമാണ്. പല രോഗങ്ങളും അങ്ങനെ തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ രോഗങ്ങൾക്ക് വളർന്നു വലുതാവണമെങ്കിൽ ചുറ്റുപാട് കൂടി വേണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ തലച്ചോറ് എന്താ ചെയ്യുന്ന വാസ്തവത്തില്? തലച്ചോറ് ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ്. അത് ചലനങ്ങളൊക്കെ സാധ്യമാകുന്നതാണ്, ലോകത്തെ അറിയുന്നതാണ്, സ്വഭാവം ഉണ്ടാക്കുന്നതാണ്. കാരണം അതിൻ്റെ മുകളിൽ കൂടി പ്രവർത്തിച്ചിട്ട് വേണം സ്വഭാവം വരാൻ. ഇപ്പോൾ ഒരാളെ അടിക്കണമെങ്കിൽ കൈ പൊന്തിച്ചിട്ട് ഓടിച്ചെന്നടിക്കാം. അവിടെ ചലനം ഉണ്ടാകുന്നുണ്ട്, ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തലച്ചോറിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ഈ ഇമോഷൻസിന് തകരാറ്, ഫീലിങ്സിന് കുഴപ്പമുണ്ടാവും, പലതരം സ്വഭാവങ്ങളും ഉണ്ടാവും, മാനസിക രോഗങ്ങളുണ്ടാവും, വ്യക്തിത്വത്തിന് തകരാറുണ്ടാവും. ചില മാനസിക രോഗങ്ങൾ ചെറുതിലേ നമുക്ക് ഉണ്ടാകാം, അത് വലുതാവുന്നില്ല. പക്ഷേ മദ്യവും മറ്റു ലഹരിയും ചെല്ലുമ്പോൾ അത് വേറെ ഒരു ക്രമാതീതമായിട്ട് ആ രോഗം അനിയന്ത്രിതവും അസാധാരണമായിട്ട് വരും. ഇതൊന്നുമില്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത ആള് മദ്യം കഴിച്ച്, മദ്യത്തിന് ഇഷ്ടപ്പെട്ട്, മദ്യം നൽകുന്ന സന്തോഷത്തെ ഇഷ്ടപ്പെട്ട് അളവ് കൂട്ടി അയാള് എന്താണ് ബ്ലാക്ക് ഔട്ട് ഉണ്ടായി, അങ്ങനെ കൂടുതൽ കൂടുതൽ മദ്യത്തിന്റെ ഉള്ളിലായി കഴിയുമ്പോൾ തലച്ചോറിന് കേട് പറ്റിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം അനിയന്ത്രിതവും അസാധാരണവും, അതൊരു ആയുഷ്കാല രോഗത്തിലേക്ക് മാറും. അങ്ങനെയാണ് എവിഡൻസ് ബേസ്ഡ്, തെളിവുകളുടെ സഹായത്തിലുള്ള ശാസ്ത്രം പറയുന്നത് അയാളൊരു ആയുഷ്കാല രോഗത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ വലിച്ചെറിയപ്പെടുന്ന ആൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അയാളുടെ യാതനകൾ, കഷ്ടപ്പാടുകൾ എന്താണെന്ന് അയാൾ മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം, അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണ്, അങ്ങനെ ഒരു അറിവ് അയാൾക്ക് കിട്ടണം. ആ അറിവ് ഒരു വിദ്യാഭ്യാസമായിട്ട് മാറണം. അങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു വിദ്യാഭ്യാസമാണ്. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. അത് ഒരു എഡ്യൂക്കേഷനാണ്, വ്യക്തിയുടെ വിദ്യാഭ്യാസമാണ്.
അയാൾ ആരാണെന്നോ എന്താണെന്നോ ഏത് രീതിയിൽ അയാൾ മുന്നോട്ട് പോകുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, സ്വഭാവത്തെ എങ്ങനെ മാറ്റണം എന്നുള്ള ഒരു വിദ്യാഭ്യാസം. അതിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ 12 പടികളും 12 പാരമ്പര്യങ്ങളും അതിനു വേണ്ടിയുള്ളതാണ്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഭയങ്കര എഡ്യൂക്കേഷൻ ഉണ്ട്. ഇത് റോൾ മോഡൽ എഡ്യൂക്കേഷൻ. മദ്യത്തിൽ നിന്ന് ഞാൻ 24 മണിക്കൂർ വിട്ടുനിന്നു. ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, എനിക്ക് ദേഷ്യമില്ല. എൻ്റെ അനിയന്ത്രിതമായ വികാരങ്ങളെയൊക്കെ എനിക്കിപ്പോൾ എൻ്റെ കൺട്രോളിലാക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഞാനൊരു രോഗിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ആം ആൻ ആൽക്കഹോളിക്. അതൊരു വിദ്യാഭ്യാസമാണ് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് തത്ത പോലെ പറയുന്നതല്ല. അതൊരാൾ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്വയം മനസ്സിലാക്കി എങ്ങനെ മറ്റുള്ളവരുടെ അനുഭവങ്ങളും സ്വന്തം അനുഭവങ്ങളും തമ്മിൽ സാദൃശ്യം അത് കണ്ട് മനസ്സിലാക്കി അതിൽ കൂടി അയാൾ ലേൺ ചെയ്തു. ലേണിംഗ് എന്ന് പറഞ്ഞാൽ അയാൾ പഠിച്ചു, അയാളുടെ തലച്ചോറ് തന്നെ അത് മനസ്സിലാക്കി. അങ്ങനെ അയാൾ 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് ജീവിച്ചാൽ എൻ്റെ തലച്ചോറിന് കേടൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ പഴയ സ്വഭാവങ്ങളൊക്കെ തിരിച്ചു കിട്ടും, ഞാനൊരു മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇതൊക്കെ അയാളുടെ വിദ്യാഭ്യാസമാണ്, ഏല് വരുമ്പോഴുള്ള വിദ്യാഭ്യാസമാണ്. ഈ വിദ്യാഭ്യാസം ഒന്നും സ്വീകരിക്കാതെ സ്വയം കബളിപ്പിക്കാനും സ്വയം ചതിക്കാനും നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നോളം രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിഫിക്കൽട്ട് ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാം. എളുപ്പമാണ് അതിൻ്റെ സംഗതികൾ, പക്ഷേ ട്രീറ്റ്മെൻറ്റ് വളരെ ഡിഫിക്കൽട്ടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈ ഡിഫിക്കൽട്ടി എപ്പോഴാന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ആസക്തി, നമ്മുടെ കൺട്രോൾ ലോസ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണത്. ഒരു 5-6 കാര്യങ്ങളുണ്ട്. അത് എല്ലായ്പ്പോഴും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കണം. ഒന്നാമത്തെ ഒരു രോഗലക്ഷണമാണ് ക്രേവിങ്, ആർത്തി. നമുക്ക് ആർത്തി ഉണ്ടാകുന്നുണ്ട്, ആർത്തിയുടെ പുറകെ നമ്മൾ പോകുന്നുണ്ട്, കൺട്രോള് നഷ്ടപ്പെടുന്നുണ്ട്. നിർബന്ധം നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ എപ്പോഴും അത് വേണമെന്നുള്ള അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തൽ വന്നാൽ, കണ്ടു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വേണമെന്നുള്ള നിർബന്ധം, ആ നിർബന്ധ ബുദ്ധി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതുപോലെ ഇത് ദീർഘകാലത്തേക്ക് നീണ്ടുപോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഇന്ന് നിർത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ അത് നാളത്തേക്ക് നീണ്ടുപോകുന്നു, അതിൻ്റെ അടുത്ത ദിവസത്തേക്ക് നീണ്ടുപോകുന്നു. അങ്ങനെ എത്രയോ ആളുകൾ വർഷങ്ങൾ അങ്ങനെ ആലോചിച്ച് നടന്ന എത്രയോ ആൾക്കാരുണ്ട്. മാസങ്ങൾ, വർഷങ്ങൾ, 10 വർഷം, 15 വർഷം, 20 വർഷമൊക്കെ അങ്ങനെ ആലോചിച്ച് നടന്ന അനേകം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 20 വർഷം ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ എന്ത് പറ്റുന്നു? ജീവിതം ഇങ്ങനെ കുഴപ്പത്തിൽ കൂടി, തകരാറിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവയവങ്ങൾക്ക് നാശം പറ്റുന്നു, സ്വഭാവത്തിൽ മാറ്റം, ജീവിതത്തിൽ ജോലിക്ക് കുഴപ്പം പറ്റുന്നു, സ്നേഹബന്ധങ്ങളിൽ അതൊക്കെ തകർച്ച ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ 3-4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. അതിൻ്റെ അവസാനത്തെ കാര്യം ഭയങ്കര ഒരു വല്ലാത്തൊരു സംഭവമാണ്. അവസാനത്തെ രോഗലക്ഷണം എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് വരും വരായികൾ നല്ല രീതിയിൽ അറിയാം, അതിനൊക്കെയുള്ള ബുദ്ധിയുണ്ട്. മദ്യം കഴിച്ചു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എവിടെയും ചെന്ന് ഇടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ബുദ്ധിയെ കൊണ്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ആ അറിവ് വെച്ചുകൊണ്ട് തന്നെ അതിനെതിരായി പ്രവർത്തിക്കുക, അത് ഏറ്റവും ബുദ്ധിയില്ലാത്തൊരു പരിപാടിയാണ്. അയാൾക്ക് അറിവുണ്ട്, പക്ഷെ അറിവിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അയാൾ സ്വഭാവം ഉണ്ടാക്കുന്നു. ആ സ്വഭാവത്തിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ മദ്യം ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഡ്രൈവറായിട്ടുള്ള ഒരാൾ, ലൈസൻസ് കിട്ടിയ ഒരാൾ ഒറ്റ പ്രാവശ്യം മദ്യം കഴിച്ച് വണ്ടി ഓടിച്ചാൽ മതി, ജയിലിലാക്കും. പിന്നെ അയാളോട് കൂടുതൽ ചോദ്യമൊക്കെ ചോദിച്ച്
നീ രോഗിയാണോ അതാണോ ഇതാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അയാളുടെ തലച്ചോറ് കേടുപറ്റി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, അഞ്ചാമത്തെ ലാസ്റ്റ് അവസാനത്തെ തെളിവാണത്. ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ അർത്ഥം സ്റ്റുപ്പിഡായി എന്നർത്ഥം. ശരിക്കും എല്ലാ ജീവികളും മനുഷ്യനും മറ്റെന്ത് ജന്തുക്കളുടെയും അടിസ്ഥാന ബുദ്ധി ജീവിക്കാനുള്ള ബുദ്ധിയാണ്. അതാണ് അതിജീവനം, സർവൈവൽ. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ഭക്ഷണം, വെള്ളം കുടിക്കണം, എനിക്ക് ആളുകളുടെ സഹായം വേണം, എനിക്ക് ഉറങ്ങണം, അതിനുള്ള ഒരു അവസ്ഥ വേണം. അപ്പൊ എനിക്ക് സന്തോഷം, എൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ കൂടി സന്തോഷം കിട്ടണം. അതിനെനിക്ക് ഒരു ബോണ്ടേജ്, ഒരു ബന്ധം വേണം. ആ ബന്ധം, എൻ്റെ കുടുംബം, അവിടുത്തെ സുരക്ഷിതത്വം, ഇതൊക്കെ അതിജീവനത്തിൻ്റെ ഭാഗമാണ്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ അതിജീവനം നഷ്ടപ്പെട്ടു. ജീവിച്ചിരുന്നിട്ട് ഉള്ള കാര്യമാണ് ഈ അതിജീവനം. മരിക്കാനുള്ള പണി ചെയ്തിട്ട് ഒരാളെ പിന്നെ ചിന്തിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തരാണ്. അതുകൊണ്ടാണ് വിദേശത്തൊക്കെ ഒറ്റ പ്രാവശ്യം വണ്ടി ഓടിച്ച ജയിലിലെ ഉള്ളിലാക്കുന്നത്. അത് തെളിവാണത്. ഈ അവസാനത്തെ ഈ വരായികൾ കോൺസിക്വൻസസ് അറിഞ്ഞിട്ടും റിസ്ക് എടുക്കുക, അത് അയാളുടെ ജീവിതം മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതവും, ചിലപ്പോൾ ജീവിതവും അതിൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ജയിലിൽ ശരിക്കും കസ്റ്റഡിയിൽ വെക്കേണ്ടത്. അതുകൊണ്ടാണ് അയാൾ ഒരു സാമൂഹ്യദ്രോഹി കൂടിയാവും. അയാൾക്കെതിരാണ്, സമൂഹത്തിനെതിരാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഈ ലോകത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കിന്ന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് തലച്ചോറിന്റെ സൂക്കേടാണെന്ന് ലോകാരോഗ്യ സംഘടന തെളിവുകളുടെ സഹായത്തോട് വിശ്വസിച്ച് ചികിത്സിച്ചാൽ മതി എന്ന് പറയുന്നു. എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും എന്താണ് ആൽക്കഹോളിസം എന്ന് ചോദിച്ചാൽ ക്രോണിക് പ്രോഗ്രസീവ് റിലാപ്സിങ് ബ്രെയിൻ ഡിസീസ് എന്നാണ്. അതിൻ്റെ അർത്ഥം ദീർഘകാലം, ഒരു ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, മുന്നോട്ട് വളർന്നു വലുതാകുന്ന, പുനർപതനം ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാവുന്ന തലച്ചോറിൻ്റെ രോഗം. അതാണ് അതിൻ്റെ നിർവചനം. അപ്പൊ ഈ തെളിവ് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത്? ഞാൻ പറഞ്ഞാല് സ്വഭാവത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ തലച്ചോറിന്റെ പരീക്ഷണങ്ങൾ നടത്തിയാൽ മനസ്സിലാവും. അതുകൂടാതെ തന്നെ ഏറ്റവും വലിയ തെളിവാണ്, വിട്ടു നിന്ന് കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറുന്നു. വിട്ടു നിന്ന് കഴിഞ്ഞാൽ, ഇതിൽ നിന്നും തലച്ചോറിനെ അയാൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അത് അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അയാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു സാധാരണ മനുഷ്യന്റെ ലെവലിലേക്ക് വരുന്നു. സ്വഭാവം അതതിൻ്റെ തെളിവല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള തെളിവുകൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അനേകം ഗവേഷണങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിൽ ഈ അതിതീവ്രമായ മദ്യപാന രോഗത്തിൽ മരിക്കുന്ന ആളുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ ഡ്രഗ് ഡേ, 26-ാം തീയതി ഡ്രഗ് ഡേയിൽ എനിക്കത് വളരെ സന്തോഷം. കാരണം വെച്ചാൽ ഇത് എവിഡൻസ് ബേസ്ഡാണ്, തെളിവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പഠനം നടന്നേക്കുന്നത്. അത് അവർ പറയുന്നു 40 വയസ്സിനുള്ളിൽ 40% പേര് 40 വയസ്സിനുള്ളിൽ മരിക്കുന്നു. 20 വർഷത്തെ അവരെ പിന്തുടർന്നുള്ള അവരുടെ പഠനത്തിൽ ഇങ്ങനെ കണ്ടു, 40 പേര് മരിക്കുന്നു. 30% ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്, ഫാമിലി സപ്പോർട്ട്, പിന്നെ ജോബ് കൊടുക്കുന്ന ആളുടെ സപ്പോർട്ട്, സുഹൃത്തുക്കളുടെ സപ്പോർട്ട്. എന്ത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു രോഗമാണെന്നുള്ള അറിവും അതിനു വേണ്ടിയുള്ള അയാളോടുള്ള ഒരു സന്മനോഭാവം,
അയാളുടെ എമ്പതി, എന്താണ്, ഒരു അനുതാപം, അയാളോടുള്ള സ്നേഹം, പരിഗണന, അത് ചിലപ്പോൾ അയാളോട് മാത്രമായിരിക്കില്ല, അയാളുടെ കുടുംബത്തോടും ഒക്കെ ഉള്ള പരിഗണന കൊണ്ട് അങ്ങനെ സഹായം കിട്ടിയ ആൾക്കാർ 130 പേരും റിക്കവറിയിലേക്ക് വന്നു. അത് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വഞ്ചിക്കാതെ, സ്വയം തിരിച്ചുവരവിന് ആഗ്രഹിച്ച്, അങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്ന സത്യസന്ധമായ രീതിയിലുള്ള ചികിത്സ നടത്തിയ ആൾക്കാരാണ് ഈ 30% ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും നല്ലൊരു ജീവിതം നയിക്കാനും അവർക്ക് കഴിഞ്ഞത്. അത് ഇപ്പോഴത്തെ പുതുമക്കാരൊക്കെ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഈ പ്രോഗ്രാമിൽ വരുന്നത്, എന്തിനാണ് ഇങ്ങനെ കഠിനമായിട്ട് പിന്തുടർന്ന് എല്ലാ ദിവസവും ഈ പ്രോഗ്രാം വായിക്കുന്നതും കേൾക്കുന്നതും? കാരണം ചില മദ്യത്തിന്റെ സാമീപ്യത്തിൽ ഒറ്റ ദിവസം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇതെല്ലാം നശിച്ചു പോകും. ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ നശിച്ച് റിലാപ്സ്, പതനം ഏത് നിമിഷത്തിൽ നടക്കും. ഇപ്പൊ 2-3 കാര്യങ്ങൾ ഇതിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, മരണം ഏത് നിമിഷവും നടക്കും. മരണം ഞാൻ പറയാറുണ്ട് 2 തരത്തില്. അതാണ് 40 പേര്, 100-ൽ 40 പേര് 40 വയസ്സെത്തുന്നതിന് മുമ്പ് മരിക്കാൻ കാരണം എന്താണ്? മരണം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വലിയ അളവിൽ കിട്ടും. മരണം ഒരു മൊമെന്റിൽ കിട്ടും, ഒരു നിമിഷത്തിൽ കിട്ടും. ഇപ്പൊ ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷത്തിൽ മരണം കിട്ടും. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ കരൾ രോഗം വന്നിട്ട് 5 വർഷം കരളിൽ ഫാറ്റ് അടിഞ്ഞുകൂടി, 5 വർഷം ആ കരളിൽ രക്തപ്രവാഹം ബ്ലോക്കായി, ആ രക്തപ്രവാഹം ബ്ലോക്കായതോട് കരൾ കല്ലുപോലെയായി. അപ്പോൾ അത് 10 വർഷമായി. അങ്ങനെ കരള് രക്തം ബ്ലോക്കായതോട് കരളിലെ രക്തത്തിന് ബാക്ക് പ്രഷർ, തിരിച്ച് എങ്ങോട്ടെങ്കിലും പോകണം. ആ രക്തക്കുഴലൊക്കെ അന്നനാളത്തിലേക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വന്ന് അവിടുത്തെ ഞരമ്പൊക്കെ വീർത്ത് പൊട്ടി രക്തം ഛർദ്ദിച്ച് മരിക്കുന്നു. അത് ഇൻസ്റ്റാൾമെന്റ് ആണ്. അത് ഇൻസ്റ്റാൾമെന്റ് ഡെത്താണ്. പക്ഷെ അത് അവസാനിക്ക് അത് രക്തം ഇങ്ങനെ ഛർദ്ദിക്കുന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു. അപ്പോൾ അതിൽ 2 കാര്യം അടങ്ങി. ഒന്ന് ഇൻസ്റ്റാൾമെന്റ്, 2 ഇൻസ്റ്റന്റേനിയസ്. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ നിമിഷം കൊണ്ട്. അപ്പൊ ഇൻസ്റ്റാൾമെന്റും കിട്ടി, നിമിഷം കൊണ്ടുള്ള മരണവും കിട്ടി. ഇത് ഉടനീളം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ, ഉടനീളം അയാൾ മദ്യം കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഉടനീളം അയാളുടെ എല്ലാ അവയവത്തിലും, തലച്ചോറിലും, എല്ലാ സ്ഥലത്തും ഈ ഇൻസ്റ്റാൾമെന്റും ഈ നിമിഷം കൊണ്ടുള്ള സംഗതികളും മരണമുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്ര ഭീകരമായിട്ട് 40 പേര് മരിച്ചുപോയത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പല ആൾക്കാരും ചോദിക്കുന്നു, ഞങ്ങൾ പല ആൾക്കാരും ഇപ്പോൾ 40 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുടിച്ചവരാണല്ലോ എന്ന് പറയും. അതിന് പല ഉത്തരങ്ങളുണ്ട്. ഒന്ന്, അവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ചികിത്സയൊക്കെ കിട്ടിയവരാണ് പലപ്പോഴും. അവരുടെ അവയവങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, തകരാറുകളൊക്കെ പലപ്പോഴും ഒരു ഭാഗം പുറകോട്ട് പോയിട്ട് പിന്നെ മുന്നോട്ട് പോയി. ഒരാൾ ഒരു ദീർഘദൂര ഓട്ടത്തിൽ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് മുന്നോട്ടോടി, പിന്നെ പുറകോട്ടോടി, പിന്നെ മുന്നോട്ടോടി, പിന്നെ പുറകോട്ടോടി. അപ്പോൾ അയാൾക്ക് കുറച്ച് ഇളവ് കിട്ടുന്നുണ്ടല്ലോ. സാധാരണ പരാജയം പോലെ അല്ലല്ലോ, എപ്പോഴും പുറകോട്ടല്ലല്ലോ, മുമ്പോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ അയാൾ മദ്യം നിർത്തി വയ്ക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ഒരു ചികിത്സ, ചിലപ്പോഴൊക്കെ ഒരു കുറ്റബോധം ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോഴൊക്കെ അയാളുടെ തന്നെ ബ്രെയിൻ അയാളോട് പറയുന്നുണ്ട്, നീ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ നില അപകടത്തിലാണ്. അയാൾക്ക് ഭയം ഉണ്ടാകുന്നുണ്ട്. അവിടെ ഭയം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കുറേ നാളത്തേക്ക് കുടിക്കാതിരിക്കാൻ ഭയം, തലച്ചോറ് തന്നെ ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
അപ്പോൾ ഈ വൈകാരികമായിട്ടുള്ള അവസ്ഥ മുഴുവൻ പരാജയമല്ല, കുറച്ച് സഹായിക്കുന്നുണ്ട്. അവർ കൂടെയുള്ളവരും സുഹൃത്തുക്കളും ഒക്കെ ചിന്തകളിൽ കൂടി അയാളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ ദീർഘകാലം കുറച്ച് പേരൊക്കെ ജീവിക്കുന്നത്. പക്ഷേ പ്രോഗ്രസീവ് ഡിസീസ്, മുന്നോട്ട് പോകുന്ന രോഗമാണെങ്കിൽ അത് നേരത്തെയുള്ള ഡെത്തായിരിക്കും, ഉറപ്പാണ്. അതിന് അയാളുടെ ജനിതകം കൂടി ഒരു പ്രധാനപ്പെട്ട കാരണം. ജനിതകം. അപ്പോൾ ഏത് അവയവവും എത്ര മാത്രം സീരിയസ് ആയിട്ടത് കേടുപറ്റി, എന്തൊക്കെ ചികിത്സ ചെയ്തു, എന്തെങ്കിലുമൊക്കെ ഇളവുകൾ കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെ കൊണ്ടാണ് കുറച്ച് ആളുകൾ കുറച്ചു കാലം കൂടുതൽ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റ് പല കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിൽ സാമൂഹ്യ വിരുദ്ധത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഹോമിസൈഡൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ പെട്ടെന്ന് കൊല്ലുക. ഹോമിസൈഡൽ അത് ക്രിമിനാലിറ്റിയും കൂടിയാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള വാസനയുണ്ട്, മനസ്സങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. മാനസിക രോഗം അതനുസരിച്ച് 5-6 തരത്തിലുള്ള മാനസിക രോഗം അയാൾക്ക് വരുന്നുണ്ട്. അപ്പോൾ 2 ചികിത്സ അയാൾ ചെയ്യണം. ഒന്ന്, മദ്യം നിർത്താനുള്ള ചികിത്സ, അത് മദ്യപാന രോഗത്തിനുള്ള ചികിത്സ. 2, ഏതൊക്കെ മാനസിക രോഗം അയാൾക്കുണ്ടായോ അതിനുള്ള രോഗചികിത്സ. കാരണം അതിന് ശാന്തത ഇല്ലെങ്കിൽ അയാൾ ഒന്നില്ലെങ്കിൽ സ്വയം മരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ജയിലിൽ പോകും. അപ്പോൾ അവിടെ ജീവിതമൊന്നുമില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ അയാൾ നേരത്തെ തന്നെയുള്ള ചികിത്സ അയാൾ രക്ഷപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഏതിലെങ്കിലും അയാൾ അടിപ്പെട്ടു പോകും. അപ്പോൾ പ്രോഗ്രാം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അത് ശക്തമായ രീതിയിൽ സ്വീകരിക്കണം. എക്സലന്റ് റിസൾട്ടാണ്. ഞാൻ പറയുന്നതല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് പറയുന്നതാണ്, ഏറ്റവും നല്ല സയന്റിസ്റ്റുകൾ പറയുന്നതാണ്. എക്സലന്റ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അത് കാരണം വെച്ചാൽ വിട്ടുനിൽക്കലാണ് അതിൻ്റെ ചികിത്സ. തലച്ചോറിന് അങ്ങനെ രക്ഷപ്പെടുത്തൽ, അതാണ് മോസ്റ്റ് ഇന്റലിജന്റ് ട്രീറ്റ്മെന്റ്. അത് നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ട്. പിന്നെ സെൽഫ് എഡ്യൂക്കേഷൻ, നമ്മളെ തന്നെ പഠിപ്പിക്കുന്നു. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, ജീവിതം എന്താണ്, എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു മനസ്സിലാക്കൽ, അതൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ പഴയ മനുഷ്യർ, അധികം പുരോഗമിക്കാത്ത, സംസ്കാരം ലഭിക്കാത്ത മനുഷ്യരുടെ ഇടയിലും നിയമമുണ്ട്. അവിടെ അവർക്കൊരു മൂപ്പനുണ്ട്, ഒരു നേതാവുണ്ട്. അവൻ ആ സമൂഹത്തിനെതിരായിട്ട് എന്ത് കുഴപ്പം കാണിച്ചാലും അവനെ പിടിച്ചു കെട്ടി അവർ കൊല്ലും. അത് പഴയ സമൂഹത്തിൽ മൂലം ഉള്ളതാണ് ലീഗൽ സിസ്റ്റം. അങ്ങനെ ഒരാൾക്ക് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാൾ ചോദ്യം ചെയ്യപ്പെടും, അയാൾ ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷ ചിലപ്പോൾ കൊല ചെയ്യൽ തന്നെയാണത്. അപ്പോൾ ആ ലീഗൽ സിസ്റ്റത്തിനെ മറികടക്കാൻ പല മധ്യാസക്തരും പോലീസിന് പണം കൊടുക്കുകയോ, രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കുകയോ, സ്വാധീനിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അയാളുടെ മനസാക്ഷിയുടെ അറിവിൻ്റെ മുമ്പിൽ അയാൾ പരാജയമാണ്. കാരണം എന്താണ് ജീവിതം എന്നുള്ളത് അയാൾക്ക് യാതൊരു പിടിയില്ല. അയാളുടെ ശരീരം അയാൾക്ക് വേണ്ടി എന്താ ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല. അയാളുടെ അതിജീവനം എങ്ങനെ നടന്നു പോകുന്നു യാതൊരു പിടിയില്ല. അയാളുടെ ചുറ്റുപാടും, അയാളുടെ ആളുകൾ, അയാളുടെ ബന്ധങ്ങളൊക്കെ അയാൾക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത്, എന്ത് ഉപകാരമാണ്, ഒരു പിടിയില്ല. അയാളിങ്ങനെ അന്ധകാരത്തിൽ ഇങ്ങനെ നടക്കുവാണ്, ഇരുട്ടിൽ തപ്പിത്തളഞ്ഞ് നടക്കുവാണ്. അത് പെട്ടെന്ന് അവസാനിക്കും. അത് തീർച്ചയായിട്ടും സാമൂഹ്യ ബന്ധങ്ങൾ, ആന്റി സോഷ്യൽ ഇതാണെങ്കിൽ നേരത്തെ പറഞ്ഞ രോഗത്തെക്കാൾ പെട്ടെന്ന് ചിലപ്പോൾ മരിച്ചു പോകും ലീഗൽ സിസ്റ്റത്തിനെതിരായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പല ഈ മറ്റേ അറബ് കൺട്രീസിൽ പലതും പരിഷ്കരിച്ച
അറബ് കൺട്രീസ് ഭയങ്കരമായിട്ട് സംസ്കാരം ഒക്കെ ഉള്ള അറബ് കൺട്രീസിൽ തന്നെ അവർ പഴയ ശിക്ഷകളൊക്കെ എടുത്ത് അവർ പുറത്തെടുത്ത് ആ, പണി കൊടുക്കും. ഉം. ഭയങ്കര ഓർമ്മപ്പെടുത്തലാണ്. അയ്യോ അത് ഭയങ്കരം കിട്ടും. അത് ശക്തമായ വേദന, ശക്തമായിട്ടുള്ള ശിക്ഷയാണ് അവിടെ. അത് അതൊരു പ്രാവശ്യം അനുഭവിച്ച ആള് എന്നോട് പറഞ്ഞത് ഇത് പിന്നീട് ഒരിക്കലും ആ, അത് അതിലംഘിച്ച് ആ, അങ്ങോട്ട് പോകാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ, അങ്ങനെ ആ പരിപാടിയിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് അവർ ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ ചെന്ന് കുടിച്ച് റോഡിൽ കിടന്ന് വാഹനത്തിന് തടസ്സമുണ്ടാക്കി, ആ, അതിന് അല്ലെങ്കിൽ അപകടം ഉണ്ടായി, അയാൾ ഒരു ഉപദ്രവമായി മാറി, നിയമലംഘനം നടത്തിയാൽ അവിടെ എന്താ ശിക്ഷ? അവിടെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ 20 അടി, 20 അടി പുറത്തും 20 അടി ചാട്ടവാറ് കൊണ്ടാണ് 20 അടി പുറത്തും കൊടുക്കും, 20 അടി കാലുകളിലും കൊടുക്കും. ഭയങ്കര ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ്. ഭയങ്കര ഓർമ്മപ്പെടുത്തലാണ്. എന്നിട്ട് കറക്റ്റ് ഡീ ഡീലൊക്കേഷൻ, അയാളെ നാട് കടത്തും. അതാണ് പരിപാടി. അത് ഭയങ്കര ചികിത്സ. പിന്നെ വേറെ പരിപാടി എന്ന് വെച്ചാൽ ഒരു സെല്ലിൽ കൊണ്ടിടും. തല പൊന്തിക്കാൻ പറ്റാത്ത, എപ്പോഴും തല കുനിച്ച് മാത്രം ഇരിക്കാനും നടക്കാനും അപ്പിയിടാനും ഒക്കെ. അങ്ങനെ ശരിക്കും ഒരു സൗകര്യമില്ലാത്ത ഒരു സെല്ലിൽ കൊണ്ട് ഇടും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാള് രാവിലെ മുതൽ രാത്രി 24 മണിക്കൂറും തല കുനിച്ചിരിക്കുക. അതൊരു ശിക്ഷയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷ എന്തിനാണ്? ഉപദ്രവങ്ങൾ ചെയ്തിട്ടാണ്. ഉപദ്രവങ്ങൾ ലീഗൽ സിസ്റ്റം. അപ്പൊ സമൂഹം ഭയങ്കര ഒരു ശിക്ഷ നടപ്പിലാക്കും. പിന്നെ അവസാനം ഇയാളുടെ മനുഷ്യത്വം തന്നെ, ഇയാളുടെ ഉള്ളിലൊരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് കുറ്റബോധമുണ്ട്. ആ കുറ്റബോധം കൊണ്ട് തന്നെ അയാൾ സൂയിസൈഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അത് വല്ലാത്തൊരു സംഗതിയാണ്. ഇപ്പൊ ലീഗൽ സിസ്റ്റം, പിന്നെ സൂയിസൈഡൽ തോട്ട്, ഹോമിസൈഡൽ, പിന്നെ ക്രിമിനാലിറ്റി. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ 26-ാം തീയതിത്തെ ഒരു പ്രധാന സബ്ജക്റ്റ് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു. ലോകമെമ്പാടും ക്രിമിനാലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 4 തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത്. അത് ഒന്ന് ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ മദ്യം പോലുള്ള മയക്കി കിടത്തുന്ന മരുന്നുകൾ. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ആൾ മയങ്ങിപ്പോയിരുന്നു. അങ്ങനെ ഡിപ്രസന്റ് എന്ന് പറയും. തലച്ചോറിന് ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് മന്ദീഭവിക്കലാണ്, ഉറങ്ങിക്കിടക്കലാണ്, മയങ്ങിക്കിടക്കലാണ്. അതിനുശേഷമാണ് അത് ഒരു ഉന്മാദം പോലെ വരുന്ന, യൂഫോറിയ വരുന്നതിന് ശേഷമൊക്കെ തലച്ചോറിന് കേടുപറ്റി തലച്ചോറ് കൂടുതൽ കൂടുതൽ അളവിൽ മദ്യം വേണമെന്ന് തോന്നി ആ അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് പിന്നെ ഉന്മാദം പോലെയൊക്കെ വരുന്നത്. പിന്നെ അടിമയായി പോകുന്നത്. വിട്ടു നിന്നാൽ വിട്രോവൽ സിംറ്റം വന്ന് കൈവിറയ്ക്കുന്നതും, കാഴ്ചകൾ കാണുന്നതും, പാമ്പിനെ കാണുന്നതും, മരിച്ചുപോയ ആൾക്കാരെ കാണുന്നു, അവരുടെ ശബ്ദം കേൾക്കുന്നതും, പിന്നെ ചിന്തകളും അതുപോലെ തന്നെ വികാരങ്ങളും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാതെ സൈക്കോസിസ്, ഭ്രാന്തായി പോകുന്നതും ഒക്കെ പിന്മാറ്റ ലക്ഷണത്തിലാണ്. ആ സമയത്ത് അപസ്മാരം വന്ന് മരിച്ചു പോകാനുള്ള സാധ്യത 15% അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ റീഹാബ് സെന്ററിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4-ാമത്തെ ദിവസമാണെങ്കിൽ അപസ്മാരം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ എത്രയോ അപസ്മാരം വന്ന ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ. ഇപ്പൊ ഈ രോഗത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിവരിച്ച് നമ്മൾ
ഒരു മനസ്സിലാക്കി കൊടുക്കൽ, അതല്ല. അതിനേക്കാൾ ഏറെ ഞാൻ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഒരാൾ സ്വന്തം അതിജീവനം, സ്വന്തം ജീവനും ജീവിതവും, അത് സ്വന്തം ശരീരത്തിന് വേണ്ടി, സ്വന്തം ജീവിതത്തിന് വേണ്ടി ഒരാൾ ചെയ്യുന്നതാണ്. അത് സാമാന്യ ബുദ്ധി, എല്ലാ ജന്തുക്കൾക്കുള്ള ബുദ്ധിയാണ്. അതെല്ലാം തകർന്നു പോകും, അതെല്ലാം നമുക്ക് നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അധികം കാലം ജീവിക്കാത്തത്. അപ്പോൾ എന്താണ് ശരീരം ചെയ്യുന്നത്? എന്താ നമുക്ക് ജീവിക്കാൻ വേണ്ടി? ശരീരം നമ്മളെ എല്ലാ അവയവങ്ങളും ശരിക്കും പ്രവർത്തിച്ച് ക്രമം ഉണ്ടാക്കി രോഗം വരാതെ നമ്മളെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ നിങ്ങൾ മദ്യത്തിൽ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ കരൾ തിരികെ പഴയ അവസ്ഥയിലേക്ക് വരും. അതെന്താണ്? ശരീരം ചെയ്യുന്ന പണിയത്. ശരീരം റിപ്പയർ വർക്ക് ചെയ്ത് അതിനെ രക്ഷപ്പെടുത്തും, ക്രമം ഉണ്ടാക്കും, ക്രമത്തിലാവും. അപ്പോൾ അങ്ങനെ ക്രമത്തിൽ വന്നാൽ ക്യാൻസർ ഉണ്ടാവില്ല, ലിവർ ക്യാൻസർ ഉണ്ടാവില്ല, ലിവർ സിറോസിസ് ഉണ്ടാവില്ല. ഇത് മദ്യം കടന്നു പോകുന്ന അന്നനാളത്തിലും ആമാശയത്തിലും അതുപോലെ വൻകുടലിലും ഒന്നും ക്യാൻസർ ഉണ്ടാവുന്നില്ല. അത് നിർത്തി കഴിയുമ്പോഴത്തേക്കും ഉപദ്രവമില്ല അവിടെ. അത് റിക്കവറി ആവുന്നു, ക്രമം ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം എന്തിനാണ്? ക്രമം ഉണ്ടാക്കാനാണ്. നമ്മളെ തലച്ചോറിനെ ആദ്യം രക്ഷപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ജീവിക്കാനുള്ള ഒരു ആഗ്രഹം, ബുദ്ധിപൂർവമുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കി നമ്മൾ തന്നെ പരീക്ഷിച്ച് രക്ഷപ്പെട്ട് മറ്റൊരാളെ കൊണ്ട് അത് പരീക്ഷിക്കാൻ ഉപദേശിച്ച് അയാൾ ആ ഉപദേശത്തിൽ രക്ഷപ്പെട്ട് അത് കാണുമ്പോഴുള്ള ആ ഒരു മനുഷ്യത്വം, മനുഷ്യത്വപൂർണമായിട്ടുള്ള ഒരു ആഹ്ലാദം. അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ: ഒന്ന് അതിജീവനം, രണ്ട് മനുഷ്യത്വം. അപ്പോൾ അത് എയിൽ അത് മനുഷ്യത്വം വളർത്താനുള്ള പരിപാടി എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് സ്വന്തം അനുഭവം കൊടുത്ത് അയാളെ കൊണ്ട് ചിന്തിപ്പിച്ച് സ്വയം മാറാൻ ഒരവസ്ഥ ഉണ്ടാക്കി, അയാൾ മാത്രമല്ല അയാളും അയാളുടെ കുടുംബവും അയാളുടെ മക്കളും ഭക്ഷണമൊക്കെ കഴിച്ച് സ്നേഹമൊക്കെ പങ്കുവെച്ച് ജീവിക്കുന്നു. അതാണ് ജീവിതം. അപ്പോൾ അയാളുടെ ശരീരം അങ്ങനെ ഒരു ക്രമം ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ ഇത്രയ്ക്ക് ബെസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം ലോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഞാൻ വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ജീവിതത്തിൻ്റെ സമയം അത് നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അത് വളരെ നല്ലൊരു സംഗതിയാണ്. നമുക്കെല്ലാവർക്കും പാഷനുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് കുറേ സന്തോഷം വേണ്ടേ ജീവിതത്തിൽ? അവരുദ്ദേശിക്കുന്നത് എന്താണ് ഈ സന്തോഷത്തിൻ്റെ അർത്ഥം? അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം. അതാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്ലഷർ അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വിശന്ന് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് കുറച്ച് ഭക്ഷണം കിട്ടുന്നു, സന്തോഷം ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ? അല്ലെങ്കിൽ അയാളുടെ കുറേ നാളായിട്ട് കാണാതെ പോയ ഒരു സുഹൃത്ത് തിരിച്ചെത്തുന്നു, ഭയങ്കരമായിട്ടുള്ള സന്തോഷം, സ്വാഭാവികമല്ലേ? അപ്പം ഇങ്ങനെ സ്വാഭാവികമായിട്ട് ജീവിതാനുഭവത്തിൽ ഇങ്ങനെ വരുന്ന നിഷ്കളങ്കമായിട്ടുള്ള ആ സന്തോഷങ്ങൾ അതിൻ്റെ 5 അയലക്കത്ത് 100 അയലക്കത്ത് പോലും എത്തുന്നില്ല കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഒരു സന്തോഷം. ഒരാൾ തലച്ചോറിലേക്ക് ഒരു കെമിക്കൽ കടത്തിവിടുന്നു. അത് ചിലപ്പോൾ നാർക്കോട്ടിക് ആയിരിക്കാം, ആൽക്കഹോൾ ആയിരിക്കാം, വേറെ ഇഞ്ചക്ഷൻ ആയിരിക്കാം, MDMA ആയിരിക്കാം, കഞ്ചാവായിരിക്കാം. എന്നിട്ട് കൃത്രിമമായിട്ട് അവിടെ ആ കെമിക്കൽ ഒരു ഇമോഷൻ കൃത്രിമമായിട്ടുണ്ടാക്കുന്നു. അയാൾ വിചാരിക്കുന്നത് സന്തോഷമാണ്. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ, കൃത്രിമമാണത്.
അത് ക്രമമില്ലാത്ത ശരീരം ക്രമമില്ലാതാക്കുന്നു, ശരീരത്തിന് തകരാറുണ്ടാക്കുന്നു, അനിയന്ത്രിതവും അസാധാരണവുമായി പോകുന്നു. അപ്പോൾ അയാൾ മനസ്സിലാക്കേണ്ട എന്താണ്? അത് സ്വാഭാവികതല്ല. അപ്പോൾ പിന്നെ എന്താണ്, ചില ആൾക്കാർ, ചില രാജ്യങ്ങളിലെ ആൾക്കാർ പറയുന്നു ഇത്ര പെഗ് മദ്യം കഴിച്ചാൽ പ്രശ്നമില്ല. ഓക്കെ, ഈ ഒരാഴ്ചയിൽ ഒരു 5 പെഗ് മദ്യം കഴിച്ചോളൂ, പ്രശ്നമില്ല. ശരിയായിരിക്കും. ചിലപ്പോൾ അയാൾ അങ്ങനെയൊക്കെ കുറേ നാളൊന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കും. അത് കൃത്രിമമായിട്ടുള്ള സന്തോഷം തന്നെയാണ്, ബ്രെയിനിൽ വരുന്ന കൃത്രിമമായിട്ടുള്ള സന്തോഷമാണ്. ഓക്കെ, അയാൾ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്, അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത്? അയാൾ കഴിക്കുന്ന മദ്യം അയാളുടെ കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മൂത്രമായിട്ട് മൂത്രത്തിൽ കൂടി അങ്ങ് പോകും. കുറച്ചൊക്കെ കരളിലൊക്കെ പ്രവർത്തിച്ച് അത് വേർപ്പിൽ കൂടി അങ്ങ് പോകും. കുറച്ചൊക്കെ ശ്വാസത്തിൽ കൂടി അങ്ങ് പോകും. അപ്പോൾ ആൽക്കഹോളിൻ്റെ അളവ് അങ്ങ് കുറഞ്ഞു. അപ്പോൾ അയാൾ തൽക്കാലം എന്ന് സ്വയം രക്ഷപ്പെട്ടു. പക്ഷേ ഏത് നിമിഷവും അയാളുടെ ഈ അവസ്ഥ അതിൽ നിൽക്കില്ല, ഇത്ര അളവിൽ നിൽക്കില്ല. കാരണം അയാളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് സങ്കടം വന്നാൽ, സംഘർഷം വന്നാൽ, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അവിടെ എന്താണ്, അയാൾക്കൊരു അനുഭവമുണ്ട്, അയാൾ പഠിച്ചൊരു അനുഭവമുണ്ട്. എന്താണ്? ഞാൻ ഇത്രയും കാലം മദ്യം കഴിച്ചപ്പോൾ എനിക്ക് സുഖം കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഉറക്കം വന്നു, മയക്കം വന്നു, ഞാൻ അടങ്ങിക്കിടന്നു, എനിക്കധികം ചിന്ത ഉണ്ടായില്ല. അപ്പം അത് പരീക്ഷിക്കാം. അപ്പോൾ അയാളുടെ എല്ലാ വിഷമം പിടിച്ച അവസ്ഥകളിലും അയാളത് പരീക്ഷിക്കും. പരീക്ഷിക്കുക മാത്രമല്ല, അതിൻ്റെ അളവ് കൂട്ടേണ്ടി വരും അയാൾക്ക്. പിന്നെ അയാൾക്കൊരു പാരമ്പര്യമുള്ള ആളാണെങ്കിൽ ഒരു 50 ഇരട്ടി അയാൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അയാൾ ഇത് കൂട്ടുകാരോട് കൂടി കൂടി ചേർന്ന് നിന്ന് സന്തോഷം അനുഭവിച്ച് ഉപയോഗിച്ച ആളാണെങ്കിൽ ഈ 50 ഇരട്ടി സന്തോഷം വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയാളുടെ സന്തോഷം ഇത്ര 100 ഇരട്ടിയിലടുത്തായി. പാരമ്പര്യമുണ്ട്, പിന്നെ അയാളുടെ കൂട്ടുകാരുടെ അടുത്തു നിന്നും അയാളുടെ ചുറ്റുപാടിൽ നിന്നും സന്തോഷം കിട്ടി. കൃത്രിമമാണ്, അതെല്ലാം ആർട്ടിഫിഷ്യലാണ്. അയാളെയും കൊണ്ട് അത് പോവുള്ളൂ. നമ്മൾ സന്തോഷമൊക്കെ സ്വാഭാവികമാണെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ, ഓർമ്മയിൽ അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കും. നമ്മുടെ മെമ്മറി അത് ഫീൽ ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ മദ്യം കഴിച്ചിട്ട് സുഹൃത്തുക്കളോടൊക്കെ കൂടി മദ്യം കഴിച്ച് ഓർത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭയങ്കരമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കും. ഞാൻ പറഞ്ഞ ആ കാണാതായിട്ടുള്ള സുഹൃത്ത് തിരിച്ചു വന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അത് എന്താണ് അതിൻ്റെ കാരണം? അത് ക്ലിയർ ആയിട്ടുള്ള കോൺഷ്യസ്നസ്, വ്യക്തമായിട്ടുള്ള ഒരു ബോധത്തിൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ടുള്ള ഡീപ്പ് ഇമോഷൻ. നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്നേഹം, അതോടനുബന്ധിച്ചുള്ള സന്തോഷം, അതൊക്കെ ഉണ്ടല്ലോ ഡീപ്പ് ഇമോഷൻ എന്നാ പറയണേ. ഡീപ്പ്, അഗാധമായിട്ടുള്ള വികാരമാണത്. മനുഷ്യരാശിയുടെ മാത്രമല്ല, എല്ലാ ജന്തുക്കളുടെയും. ഇപ്പോൾ നിങ്ങൾ കണ്ടു മറന്ന, കുറേ കാലം മറന്നുപോയ നിങ്ങളുടെ നായ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഓടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇത് നോക്കുക നിങ്ങൾ. എന്താണ് അത്? അതാണ് സ്വാഭാവികമാണത്. അത് സ്പോണ്ടേനിയസ് ആണ്, യാഥാർത്ഥ്യമാണ്, ഡീപ്പാണ്, മെമ്മറിയിലുണ്ടത്. അപ്പോൾ അത് കൃത്രിമമല്ല. അപ്പം അതുകൊണ്ട് പ്രോഗ്രാം ഇതൊക്കെ ഒരു ആ കൃത്രിമത്തൊക്കെ കളഞ്ഞിട്ട് സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ അവയവങ്ങളും നിങ്ങളുടെ തലച്ചോറും റിക്കവറിയിലേക്ക് വന്ന് ഒരു ജീവിതം അതാണ് നൽകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, ദിസ് പ്രോഗ്രാം ഈസ് വെരി ഗുഡ്. ഇതിൻ്റെ വേറെ ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ, വളരെ ലളിതമാണ്, പണം മുടക്കില്ല.
അതുകൊണ്ട് വളരെ ലളിതമാണ്. ഇപ്പോൾ അവസാനത്തെ ഒരു സംഗതി പറയുകയാണ്, വിദേശ രാജ്യങ്ങളിൽ പറയുന്നു ക്രിമിനാലിറ്റി കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് സ്വന്തം സുഹൃത്തുക്കളെയും സ്വന്തം കുടുംബാംഗങ്ങളെയും സ്വന്തം എന്ന് വിളിക്കുന്ന ആളുകളുടെ മുകളിലാണ് ക്രിമിനാലിറ്റി കൂടുതൽ കാണുന്നത്. കൊലപാതകങ്ങൾ കണ്ടമാനം നടക്കുന്നുണ്ട്. ഈ ഈ അഡിക്ഷൻ ഇവിടെ എങ്ങും നിൽക്കില്ല. അത് അത് വ്യാപകമാകും. അത് വളരെയധികം ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. കൂടുതൽ ജീവിക്കുന്നവർക്ക് കെയർ ഗീവർ എന്ന് പറയും. കെയർ ഗീവർ ആരാണോ സംരക്ഷണം കൊടുക്കുന്നത്, സുരക്ഷിതത്വം കൊടുക്കുന്നത്, സഹായിക്കുന്നത്, രക്ഷപ്പെടാൻ സഹായിക്കുന്നത്, അവരും രോഗികളായി മാറും. വിഷാദ രോഗം, ഇമോഷണൽ ഡിസോർഡർ അവരെ ബാധിക്കും. അവർ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് അവർക്കും പോകാൻ സാധ്യതയുണ്ട്. ഇമോഷണലാവും. അപ്പം ഇത് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് 3 കാര്യങ്ങളാണ്. 3 പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ പുസ്തകം ലോകാരോഗ്യ സംഘടനയുടെ ICD-10. രണ്ടാമത്തെ പുസ്തകം DSM-5, അത് അമേരിക്കയുടെ സൈക്യാട്രിക് അസോസിയേഷൻ. മൂന്നാമത്തെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവച്ച് ലോകത്തിന് മാതൃകയായിട്ട് ഇന്നും അനേകം പേര് ജീവിക്കുകയും അവരെ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം. എന്തുകൊണ്ടോ എനിക്കറിയാൻ പാടില്ല, പല ആളുകളും ഏർലി റിക്കവറി നടത്താത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നേരത്തെ റിക്കവറിയിലേക്ക് പോകാത്ത കൊണ്ട് അവസാനത്തെ ലാപ്പിൽ ഓടി വരയിലെത്താം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ അത് അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ, അവരുടെ പാരമ്പര്യം, അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ ജോലി ചെയ്യാനുള്ള പിന്തുടരാനും സത്യസന്ധമായി നിലനിൽക്കാനുള്ള ആഗ്രഹം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവുമായിരിക്കും. പക്ഷേ റിലാപ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുറത്തുള്ള സമൂഹം ഈ കൃത്രിമമായിട്ടുള്ള ഈ സന്തോഷങ്ങൾ, ഡാൻസുകൾ, പാട്ടുകൾ, കലാരംഗം, മറിച്ച് ഇങ്ങനെ ചില മോഡലുകൾ, ചില കൃത്രിമമായിട്ടുള്ള മോഡലുകൾ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡ് വന്നതോടുകൂടി ഇത് കൂടുതൽ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ 16 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ഡിജിറ്റൽ എക്സ്പോഷർ കൊടുക്കാതിരിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അഡിക്ഷനിലേക്ക് അത് പോകാൻ സഹായിക്കുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിലാക്കി പല രാജ്യങ്ങളും ഇത് പ്രോഹിബിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ പല രാജ്യങ്ങളിലും കൃത്രിമമായിട്ട് ചില ആശയങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ആശയങ്ങളിൽ കൂടി ആളുകളെ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഈ ആശയങ്ങളുടെ അഡിക്ഷൻ ഉണ്ടാക്കും. ചില ആശയങ്ങൾ അഡിക്ഷൻ ഉണ്ടാക്കും, വേർതിരിവുകൾ ഉണ്ടാക്കും, ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കും, അടിമത്തം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥകൾ, ഇതൊക്കെ അഡിക്ഷൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഗാംബ്ലിംഗ് അഡിക്ഷൻ, ഇങ്ങനെ സെക്ച്വൽ അഡിക്ഷൻ, അങ്ങനെ ഈ അഡിക്ഷൻ്റെ ഉള്ളിൽ തന്നെ പലതരം ക്രിമിനാലിറ്റികളും ഇതെല്ലാം ലോകത്തിൽ വന്ന് ഈ ക്രിമിനൽ വേൾഡിൽ ആളുകൾ പരസ്പരം സ്നേഹബന്ധങ്ങൾ ഒക്കെ മറന്ന് പ്രവർത്തിച്ച് മരിക്കുന്നു. ഇതാണ് WHO ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. WHO പ്രധാനപ്പെട്ട ഓഫീസാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ്, UNO. അവിടെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രഗ്സ് ക്രൈം, 2 അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രഗ്സ് കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ബോധമുള്ളവരാകുക. ഈ
ഭയങ്കര വിപത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ സഹായിക്കുക. അതിനുവേണ്ടി ഏറ്റവും അടുത്ത പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർ, ആ ഡോക്ടർ ബോധമുള്ള ആളായിരിക്കണം, ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആളായിരിക്കണം, ആ കുടുംബാംഗങ്ങളെ സഹായിക്കണം. എങ്ങനെ ഇയാളെ റിക്കവറി പ്രോഗ്രാമിൽ എത്തിക്കാം, അയാളുടെ മാനസിക രോഗത്തിന് എന്തെല്ലാം ചികിത്സ കൊടുക്കണം, പ്രോഗ്രാമിനെ പറ്റിയുള്ള അറിവ്, എവിടെയൊക്കെ കിട്ടും എന്നുള്ള അറിവ്, ഇതൊക്കെയാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അവരത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് കഴിയണം. പക്ഷെ പല ആൾക്കാർക്കും അത് എന്തോ ഒരു നാണക്കേട്, എന്തോ ലജ്ജിപ്പിക്കുന്ന കാര്യമാണ് ഷെയിം. അവർ എപ്പോഴും അവർ മനസ്സിൻ്റെ മുമ്പിലേക്ക് വരുന്നത് ഷെയിമാണ്. ഷെയിം ഇത് ഈ ആൽക്കഹോളിസത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഷെയിം അവിടെ ഇല്ലാതായി. ഞാൻ എയിൽ വന്ന് ഒരാൾ പറയുകയാണ്, ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നു, എനിക്കിപ്പോൾ മനസ്സിലായി, ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഞാനൊരു മദ്യാസക്തനാണ്. അയാൾ തുറന്നു പറയുകയാണ്, എൻ്റെ പേരിന്നതാണ്, ഞാൻ ഇത്ര നാൾ വിട്ടു നിൽക്കുന്നു, ഇപ്പം എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്, അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എന്താണ്, അവിടെ ഷെയിമില്ല, ലജ്ജയില്ല, അവിടെ ഒരു വിരോധമില്ല, ആരോടും ഒരു വിരോധമില്ല, അയാൾക്ക് അയാളോട് പോലും ഒരു വിരോധമില്ല. ഇങ്ങനത്തെ ഒരു ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രോഗത്തെ നിർണയിക്കലും രോഗത്തെപ്പറ്റി മനസ്സിലാക്കലും രക്ഷപ്പെടലും, അതാണ് WHO ഉദ്ദേശിക്കുന്ന പരിപാടി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക, പബ്ലിക് ഇൻഫർമേഷൻ, പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള അറിവ് കൊടുക്കുക. ഇതെല്ലാം ഞാൻ ഈ ആൽക്കഹോളിസത്തിനെ പറ്റിയും മറ്റ് ഡ്രഗ് അഡിക്ഷനും മാനസിക രോഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉൾപ്പെടുന്ന ഒരു പോക്കറ്റ് ബുക്ക്, അത് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. വളരെ കുറഞ്ഞ പേജുകളിൽ ഒരു പോക്കറ്റ് സൈസ് ബുക്ക്, അതിൽ കൂടി ഏതൊക്കെ രീതിയിലുള്ള സമീപനത്തിലൂടെ ഒരാൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനിങ്ങനെ സമ്പൂർണമായിട്ടും എന്തോ വേറൊരു ലോകത്തുനിന്ന് വന്നൊരു അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്കിൽ എപ്പോഴും പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഒരാൾ 100% പുണ്യവാളൻ, ഒരാൾ മറ്റൊരാൾ 100% മഹാഭാവി, അങ്ങനെയുള്ള ചിന്തയിൽ നിന്നും നമ്മൾ കോമൺ സെൻസ്, സാമാന്യ ബുദ്ധിയോടെയുള്ള നമ്മുടെ ഒരു ജീവിതം, എല്ലാ ജീവികൾക്കും കഴിവുകളും കഴിവ് കുറവുകളും ഉണ്ട്, കഴിവില്ലായ്മകളുണ്ട്. അതുപോലെ സ്നേഹം ഉള്ളവരുണ്ട്, സ്നേഹം ഇല്ലാത്തവരുണ്ട്, കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നവരും പ്രകടിപ്പിക്കാൻ കഴിയാത്തവരുണ്ട്. അവരുടെയൊക്കെ ബന്ധത്തിലുള്ളവരും പുണ്യവാളന്മാരും പുണ്യവാളത്തികളൊന്നുമല്ല. ഏറ്റവും പ്രധാനം നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഈ എവിഡൻസ് ബേസ്ഡ് തെളിവുകളുടെ സഹായത്തോടുള്ള അറിവ് സ്വീകരിക്കുക, ആ അറിവ് ഉപയോഗിച്ച് നമ്മൾ രക്ഷപ്പെടുക. ഇപ്പോൾ അനേകം രോഗങ്ങളുടെ പരമ്പര തന്നെ NCD എന്ന് പറയും. NCD എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ. അതിൻ്റെ ഒരു പരമ്പര തന്നെ ഉണ്ടാക്കാൻ മദ്യത്തിന് പറ്റും. മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ചേരുമ്പോൾ അത് എത്രയോ ഇരട്ടിയാവുന്നറിയാം. അതുകൊണ്ടാണ് എയർലി ഡെത്ത് ഉണ്ടാകുന്നത്. NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. 100-85% ആൾക്കാരുടെ മരണകാരണം NCD ആണ്. പിന്നെ മദ്യവും മറ്റു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികൾ, മാരക പകർച്ചവ്യാധികൾ സ്വഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ട് വന്നത് അറിയാതെ എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് HIV. ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് ഉപയോഗിച്ച ആളുകളിൽ
അതുപോലെ തന്നെ മദ്യം ഉപയോഗിച്ച ആൾക്കാരിൽ അവരുടെ അനിയന്ത്രിതവും അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ കൊണ്ട് അവർക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് A, B ഒക്കെ സംഭവിച്ചു. അതും പറയുന്നുണ്ട്. അപ്പോൾ രോഗത്തിൻ്റെ പരമ്പരകൾ തന്നെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് പല രീതിയിലും. അപ്പോൾ ഏർലിയസ്റ്റ് റിക്കവറി അതാണ് അയാൾക്കും അയാളുടെ കുടുംബത്തിനും അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ അയാളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരം ഏർലി റിക്കവറിയാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോലും ഇങ്ങനെ ക്രിമിനൽ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ പുറത്തു വിടാതെ മരണം വരെ കസ്റ്റഡിയിൽ കെയറിൽ നിർത്താനുള്ള പരിപാടി അവിടെ ഉണ്ട്, ഇപ്പോഴുണ്ട്, പ്രാഥമികമായിട്ടുണ്ടത്. ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവർക്ക് ഈ ഡ്രഗ് മാഫിയകൾക്ക് സഹായം ചെയ്യും. അവർ പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ഡ്രഗ്സുമായിട്ട് പരിചയമുള്ളവർ അവർക്ക് ഒരു ഡ്രഗ് മാഫിയയുടെ ഏറ്റവും വലിയ ഉപകാരം ചെയ്യുന്നവരും സമൂഹത്തിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നവരും. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഭയങ്കര ഒരു സംഭവം നടത്തുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. ആ ഡ്രഗ് മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് യൂസ് ചെയ്യുന്നവർ വളർത്തിയെടുത്ത സംഭവമാണത്. അത് പരസ്പരം വളർത്തുവാണ്. ഡ്രഗ് മാഫിയ ഡ്രഗ് ഉപയോഗിക്കുന്നവരെ വളർത്തുന്നു, ഡ്രഗ് ഉപയോഗിക്കുന്നവർ ഡ്രഗ് മാഫിയയെ വളർത്തുന്നു. അപ്പോൾ അങ്ങനെ പരസ്പരം വളർത്തുന്നു. അപ്പോൾ ഇതിൽ കൂടി എന്താ പറ്റുന്ന കുറ്റകൃത്യങ്ങൾ വളർന്നു. ഡെമോക്രസിയെ തന്നെ വിലക്കെടുക്കാനായിട്ട് ഡ്രഗ് മാഫിയക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഞാൻ പറയണല്ല, WHO പറയുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് പറഞ്ഞതിനും അതുപോലെ അവർക്ക് എന്തെങ്കിലും സഹായം ഈ രീതിയിൽ റിക്കവറിക്ക് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാനും ഞാൻ സന്നദ്ധനാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സമയവും അതിൻ്റെതായിട്ടുള്ള സന്ദർഭവും ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ സാർ. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിംഗിന്റെ സമയം 11:30 ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ചു നേരം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ എടുക്കാം. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടർ സാർ ലൈനിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും തിരക്കിലാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്താലോ? മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സമയം അവർക്ക് ചോദിക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങളെ പറ്റി വീണ്ടും സംസാരിക്കാം. ഇപ്പോൾ സമയം 11:30. സമയം അരുൺ ചേട്ടൻ എന്തോ ചോദിക്കാണ്ട്? ചോദിക്കാനല്ല സാർ, ഒരു കാര്യം സന്തോഷം ഷെയർ ചെയ്യാനാണ്. ഞാന് എല്ലാതരം ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടു നിന്നിട്ട് നാളത്തേക്ക് 1000 ദിവസം തികയാണ്. അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനാണ് സെലിബ്രേഷൻ വേണ്ടത്. ഓക്കെ, അതെ, താങ്ക് യു സാർ. അതൊന്ന് ഷെയർ ചെയ്തതാണ്. താങ്ക് യു. അപ്പോൾ ഞാൻ ഒരു പുതിയ രീതിയിലുള്ള ഈ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും, സ്വഭാവം മാറ്റാനുള്ള ഒരു ചികിത്സ. അതിൻ്റെ പേരാണ് DBT എന്നതിൻ്റെ പേര്. DBT എന്നുള്ളതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്നാണ് ഡയലറ്റിക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദ്വന്ദ്വാത്മകം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് 2 തരത്തിൽ നമുക്ക് പരീക്ഷിക്കാം. ഒന്ന്, അതിനെ കീറി പൊളിച്ച് തുണ്ടാക്കി നമ്മൾ അതിനെ അനലൈസ് ചെയ്യാം.
അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അത് ഒരു രീതിയാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി എടുത്തു വെച്ചാൽ ആ രൂപം കിട്ടും. ശരിയായ രൂപം നമുക്ക് മനസ്സിലാവും. ഭാഗങ്ങളൊക്കെ എടുത്ത് ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെ രണ്ട് തരത്തിലും ഉള്ള ചിന്തകൾ, ആ ചിന്തകളിൽ കൂടി ആ സ്വഭാവം മാറ്റുക, ആ രീതിയിൽ കൂടി സ്വഭാവം മാറ്റുക. അപ്പം അത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. കീറിപ്പൊളിച്ച് നോക്കുക, കൂട്ടി യോജിപ്പിച്ച് നോക്കുക, ഇതാണ് അതിൻ്റെ രീതി. ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും, സ്വഭാവം. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്താണ്? ഇത് രണ്ടും കൂടി ചേർന്നതാണ്, ഡയലക്റ്റിക്കലാണ്. കാരണം എന്താണ്? ഒരാൾ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ അയാൾ എവിടെയാണ് കീറി മുറിക്കുന്നത്? അയാളുടെ സ്വഭാവത്തിലെ നെഗറ്റീവും പോസിറ്റീവും അയാൾക്ക് കിട്ടിയ ഗുണങ്ങൾ. അയാൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാൾ മദ്യം കഴിച്ചത്. അയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അയാൾക്ക് സന്തോഷം വേണമെന്ന് തോന്നി, അയാൾക്ക് മരിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് അയാൾ മദ്യം കഴിച്ചു. അപ്പം അത് അയാളെ സംബന്ധിച്ച് അന്നേരം പോസിറ്റീവാണ്. അയാളങ്ങനെ പോസിറ്റീവാണെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം പിന്നെ അവസാനം നെഗറ്റീവായി. നെഗറ്റീവായെന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തായി? സങ്കടം വന്നു, അയാൾക്ക് ഡിപ്രഷൻ വന്നു, എല്ലാവരും അയാളെ ഒറ്റപ്പെടുത്തി, ആർക്കും അയാൾക്ക് വേണ്ടാത്തവനായി. അതെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് കുറെ പോസിറ്റീവ് കിട്ടി, പിന്നെ അവസാനം അയാൾക്ക് നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഇതൊക്കെ കൂടി, ഈ കഷ്ണങ്ങളൊക്കെ കൂടി അയാൾ എടുത്തു വെച്ച് പരിശോധിച്ചപ്പോൾ അത് രണ്ടും കൂടി അയാൾ എടുത്തു വെച്ച് പരിശോധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്താണ്? അയാൾ പോസിറ്റീവാണെന്ന് വിചാരിച്ച ആ അറിവില്ലായ്മ നിന്നാണ് അയാൾക്ക് നെഗറ്റീവ് ഉണ്ടായത്. അയാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിയത് എന്തിൽ കൂടിയാണ്? അയാൾക്ക് സന്തോഷം വേണം, അത് അതിര് കടന്ന് സന്തോഷം വേണം. അങ്ങനെ അതിൻ്റെ അളവൊക്കെ കൂട്ടിയപ്പോഴത്തേക്കാണ് അയാൾക്ക് സന്തോഷം കിട്ടി. പക്ഷെ അവസാനം അതെന്തായി? ദുഃഖത്തിലും ദുരന്തത്തിലും കലാശിച്ചു. അതാണ് നെഗറ്റീവും പോസിറ്റീവും കൂടി ഡയലക്റ്റിക്സ് ആണത്. പരസ്പരം വിരുദ്ധമായിട്ടുള്ള സംഗതികൾ പരസ്പരം അത് എടുത്തു വെച്ച് പരിശോധിച്ചപ്പോഴത്തേക്കും അതിൻ്റെ യഥാർത്ഥ രൂപം കിടിയും. ഇതാണ് DBT, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി. ഈ തെറാപ്പി ആരാ ചെയ്യുന്നത്? അത് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ടും സ്വന്തം അനുഭവങ്ങളുമായിട്ട് അത് കമ്പയർ ചെയ്തും അയാളുടെ സ്വന്തം തലച്ചോറിൽ അയാൾ മനസ്സിലാക്കുക ചെയ്യുന്നത്. അയാളുടെ തലച്ചോറിന് അയാൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് AI കൂടി ആളുകൾ രക്ഷപ്പെടുന്നത്, ഈ ഡയലക്റ്റിക്സ്. അപ്പോൾ ഇത് പ്രത്യേക വിഭാഗം ഒരു ചികിത്സയായിട്ട് പിന്നീട് രൂപാന്തരം വന്നിട്ടുണ്ട്. സൈക്കോളജിസ്റ്റുകളൊക്കെ കൂടി ഈ രീതിയിൽ ഒരു ചികിത്സ ഒരാൾക്ക് കൊടുത്താൽ അയാൾ രക്ഷപ്പെടുമെന്ന് മനസ്സിലായി. അതൊരു സൈക്കോ തെറാപ്പിയാക്കി മാറ്റി അവർ, സൈക്കോ തെറാപ്പി. അപ്പോൾ അത് തെളിവുകൾ എവിഡൻസ് ബേസ്ഡിലാണ്. കാരണം ഈ തെറാപ്പി കൊടുത്തവരൊക്കെ നല്ല ബുദ്ധിയുള്ളവരും തിരിച്ചു വരാൻ പറ്റിയ മനസ്സുള്ളവരുമായി മാറി. അങ്ങനെയാണ് അവർ ഈ DBT. അപ്പോൾ അത് അതിലൊരു തത്വശാസ്ത്രമുണ്ട്. ഇങ്ങനെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കീറി മുറിച്ച് നോക്കുക, പിന്നെ മുഴുവനായിട്ട് എടുത്തു വെച്ച് നോക്കുക. ഇങ്ങനെയുള്ള സംഗതി നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ബ്രെയിനിൽ അതിൻ്റെ ഒരു രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള ടെക്നിക്കുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ്. ഇതിന് മൈൻഡ്ഫുൾനെസ് എന്നും വേണമെങ്കിൽ പറയാം. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ മനസ്സ് ഏർപ്പെട്ട് ചെയ്യുന്ന കലാപരിപാടിയാണ്. മനസ്സിലാണത് നടക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതം ജീവിക്കാൻ യോഗ്യമാണ് എന്നാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിൻ്റെ രണ്ട് വശങ്ങളും അവർ പരിശോധിച്ചു. ഒന്ന്, അത് കിട്ടിയ കൃത്രിമമായിട്ടുള്ള ആ സന്തോഷങ്ങൾ, ആപത്തുകൾ, അതെല്ലാം ഒരു വെറും ദുരന്തമായിരുന്നു എന്ന് അനുഭവം.
അത് മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലല്ലേ? അപ്പൊ അവിടെ നിന്ന് ചില കാര്യങ്ങൾ അയാൾ പഠിച്ചു. അയാൾക്ക് ഇത് സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും. ഒരു വിദ്യാഭ്യാസമാണ്. അവനവനെ പറ്റി തന്നെ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം. അത് ലൈഫ് വർത്ത് ലിവിങ്, ജീവിതം ജീവിക്കാൻ യോഗ്യത ഉള്ളതാണ്, ജീവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അതൊരു ബുദ്ധിശക്തിയാണത്, തിരിച്ചറിവാണ്. അങ്ങനെ അയാളുടെ ബിഹേവിയർ, അയാളുടെ സ്വഭാവം മാറ്റി, അയാളുടെ ഇമോഷൻസ് മാറ്റി, വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു, പരസ്പരം ആശ്രയിക്കാൻ പഠിച്ചു, വിനയമുണ്ടായി. അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി, സ്വഭാവത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കി. ഈ പാറ്റേൺ നിങ്ങൾക്ക് AI സുലഭമായി കിട്ടും. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ ഇങ്ങനെ പാറ്റേൺ ഉണ്ടാക്കലാണ് പരിപാടി. ഒരു മാതൃക ഉണ്ടാക്കലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടി ബയോസോഷ്യൽ തിയറി എന്ന് പറയും. ബയോസോഷ്യൽ ജൈവപരമായിട്ട് ഒരു സാമൂഹ്യ ബന്ധം ഉണ്ടാക്കുന്ന ഒരു തിയറിയാണിത്. അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താ വെച്ചാൽ, ഒന്ന് സൈക്കോ എഡ്യൂക്കേഷനാണ്, സ്വയം പഠിപ്പിക്കലാണ്, സ്വന്തമായിട്ടൊരു മാനസിക വിദ്യാഭ്യാസം ഉണ്ടാക്കലാണ്. അത് അറിവ് നേടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മദ്യാസക്ത രോഗത്തെക്കുറിച്ചുള്ള അറിവ് നേടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതിനൊരു ലക്ഷ്യമുണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഉറപ്പിക്കുക, സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഉറപ്പിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കുക. പല ആളുകളുടെയും ജീവിതം തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് എത്ര ഭംഗിയായിട്ട് പറയുന്നു, തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. എന്താണത്? കാരണം ഒരു ആൽക്കഹോളിക്കിൻ്റെ തോട്ട് പ്രോസസ്, ചിന്തകൾ, ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം എപ്പോഴും ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് എവിടെയെങ്കിലും ഒരു തർക്ക വിഷയം ഉണ്ടെങ്കിൽ അതിലേക്ക് എടുത്തു ചാടും. അത് നോക്കിയിരിക്കുക, തക്കം പാർത്തിരിക്കുകയാണ്. അപ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരാളും തന്നെ മനസ്സിന് ശാന്തത കിട്ടണമെങ്കിൽ ഇങ്ങനെ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. എന്തൊരു ഭയങ്കര ഉപദേശമാണെന്നറിയാം. ഉപദേശമല്ല, മനസ്സിലാക്കലാണത്. തർക്ക വിഷയങ്ങൾ, നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഏത് ലിറ്ററേച്ചർ എടുത്ത് നോക്കിക്കോളൂ, തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്ന തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ യാതനകൾ അനുഭവിക്കാതിരിക്കുക. ഉദാഹരണം, ഡീപ്പ് ഇമോഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾ, അവരൊക്കെ നിങ്ങൾക്ക് ഡീപ്പ് ഇമോഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റി മോശപ്പെട്ട ഒരു വാക്ക് ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിച്ചതിന് തുല്യമാണ്. ആ തർക്ക വിഷയത്തിലേക്ക് പോകും, നിങ്ങളുടെ മനസ്സ് ഇളകി മറിയും. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങളെ പറ്റി ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷുഭിതരാകുന്നതൊക്കെ ഈ ഡീപ്പ് ഇമോഷൻസിനെ സ്പർശിക്കുമ്പോഴാണ്. ഇപ്പം ഏതെങ്കിലും ഒരാളുടെ ഭാര്യ, ആരെങ്കിലും ബന്ധുവോ, ആരെങ്കിലും ബുദ്ധിശക്തി, തിരിച്ചറിവ്, സ്വഭാവം മേന്മ ഉള്ളവർ എന്ത് ചെയ്യുന്നറിയാവോ? അവരിങ്ങനെയുള്ള തർക്ക വിഷയങ്ങളിലേ ഏർപ്പാടില്ല. അവരവരുടെ വീട്ടിൽ ഒരാളെ പറ്റി മോശമായിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു കമൻറ്റ് അറിഞ്ഞുകൊണ്ട് അവർ പറയില്ല. അവർക്ക് അങ്ങനെ പറഞ്ഞാൽ അത് ദോഷകരമാണെന്ന് ഡീപ്പ് ഇമോഷൻസിനെ സ്പർശിക്കുന്നുള്ള ബുദ്ധിശക്തി ഉണ്ട്. അതുകൊണ്ടാണ് ചില സ്ത്രീകളൊക്കെ ഒരു കുടുംബത്തിൽ ഭയങ്കരമായിട്ട് ബഹുമാനിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു, റെസ്പെക്റ്റ് കൊടുക്കുന്നു, എല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഏയുടെ ഉപദേശമാണ്, അതാണ് അവിടെ നടപ്പിലാകുന്നത്. പിന്നെ മറ്റൊരു സംഗതി, അപ്പോൾ അവിടെ ഇമോഷണൽ സഫറിങ് ഇല്ല, വൈകാരികമായിട്ടുള്ള യാതനകൾ ഉണ്ടാവും തർക്ക വിഷയങ്ങളിൽ ഏർപ്പെട്ടാലും. അപ്പോൾ അത് നടക്കുന്നില്ല. പിന്നെ സാധാരണ പ്രശ്നങ്ങൾ, നിസാര പ്രശ്നങ്ങൾ,
സാധാരണ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. നിസ്സാര പ്രശ്നങ്ങളുണ്ടാവും. അതിനെ എങ്ങനെ നേരിടണം? അതിനെ നേരിടാനുള്ള ആദ്യത്തെ സംഗതി നമ്മൾ സ്വയം നമ്മളെ ബഹുമാനിക്കുക. അതാണ് ജീവിതവും. ജീവിതം അതാണല്ലോ. ശരീരം ചെയ്യുന്ന എന്താണ്? ജീവിക്കാനുള്ള, മരിച്ചു പോകാതിരിക്കാൻ, ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് ശരീരം ക്രമം ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തോടും അതിൻ്റെ ഉള്ളിലെ മനസ്സിനോടും റെസ്പെക്റ്റ് അതിനെ ബഹുമാനിക്കുക. അതൊരു അത്ഭുതം നടത്തുന്ന യന്ത്രമാണ്. നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ചവിട്ടി കളയുവോ എറിഞ്ഞു കളയുവോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര വിലപിടിപ്പുള്ള ഒരു സാധനമായിരിക്കും നഷ്ടപ്പെടുന്നത്. പല വിവരങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ, അറിവുകൾ, അതൊക്കെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനെ ശരിയായ രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ അത് എത്ര നിസ്സാരമായിട്ട് ഒറ്റ വാക്കിൽ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കും. പിന്നെ എപ്പോഴും ധാരണ ഉണ്ടാക്കുക, തന്നെപ്പറ്റി ധാരണ ഉണ്ടാക്കുക. അപ്പൊ ഈ ലോകാരോഗ്യ സംഘടന അവസാനം ഒരു കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? സെൽഫ് കെയർ. നിസാര 2 അക്ഷരങ്ങൾ. സെൽഫ് കെയർ. ആൽക്കഹോള്, മറ്റ് ഡ്രഗ് ഉപയോഗിച്ച് ക്രിമിനാലിറ്റിയിൽ വരെ ചെല്ലുന്ന ആൾക്കാർ ഈ എവിഡൻസ് ബേസ്ഡ് തെളിവുകളുടെ സഹായത്തോടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സെൽഫ് കെയർ, അവനവനെ സംരക്ഷിക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ, സ്വന്തം സ്വഭാവത്തെ ബഹുമാനിക്കുക. ആദ്യം നമ്മളെ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ അത് ക്രമം ഉണ്ടാക്കും, ക്രമമായിട്ട് മാറും. അതാണ് അവർ പറയുന്നത്. അവയർനെസ് ഉണ്ടാക്കും, ധാരണ ഉണ്ടാക്കും. എന്നെപ്പറ്റി എനിക്ക് ധാരണ ഉണ്ടാക്കി തരും, ഒരു സംതൃപ്തി ഉണ്ടാക്കി തരും. അതാണ് യഥാർത്ഥ സന്തോഷം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എന്താണ് ഈ DBT എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സാർ, താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിങ്ങിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം സംസാരിക്കുകയും മദ്യപാനവും മദ്യപാനത്തെ രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ചും അതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും വിശദീകരിച്ചു തന്ന ഡോക്ടർ സാറിനോട് മിഡ്നൈറ്റ് സാറിന്റെ പേരിലും ഞങ്ങൾ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയും സാർ എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് മിഡ്നൈറ്റ് സാർ ഗ്രൂപ്പ് മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു. മീറ്റിംഗ് അവസാനിപ്പിച്ച് വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. 7 വാഗ്ദാനങ്ങൾ. നമ്മുടെ പുരോഗതി ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം പരാന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയിടുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴ്ത്തു പോയിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവിയോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണ് അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവയെല്ലായ്പ്പോഴും സാധ്യമാകും. പ്രാർത്ഥന. ജോളിച്ചേട്ടാ ഉണ്ട്, ലൈനിലുണ്ട്. പ്രാർത്ഥന. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള
സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സതിയും പ്രശാന്ത മനസ്സതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Thank you, Dr. Thank you, Govan. Thank you, Srinithan, for your service. Thank you, Arun Joshi. Thank you, Alan Jatai. Thank you, Joli Cheta. Thank you. All thank you.